ഈ മാസം ആദ്യമായിരുന്നു തമിഴ്നടൻ വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തമിഴക വെട്രി കഴകം എന്ന് പേര് നൽകിയിരുന്ന പാർട്ടിയുടെ പേരിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴക വെട്രി കഴകം എന്ന പേരിന് പകരം തമിഴക വെട്രി കഴകം എന്നാക്കി മാറ്റിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പേരുമാറ്റത്തിനായി ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായാണ് വിവരം. കമ്മീഷന്റെ അനുമതി ലഭിച്ചാൽ വിജയ് ഔദ്യോഗികമായി പേര് പ്രഖ്യാപിച്ചേക്കും. തമിഴക വെട്രി കഴകം എന്ന പേരിനെതിരെ തമിഴക വാഴുമൈ കക്ഷി സ്ഥാപകൻ വേലുമുരുകൻ രംഗത്തെത്തിയിരുന്നു. ഇരു പാർട്ടികളുടെയും ചുരുക്കപ്പേര് TVK എന്നായതിനാൽ ഇത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈ മാറ്റം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് വിജയുടെ പാർട്ടി ആദ്യമായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കരാർ ഒപ്പിട്ട സിനിമകളുടെ ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം മുഴുവൻ സമയവും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വിജയ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഈ മാസമായിരുന്നു നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശന വാർത്ത പുറത്തു വന്നത്. വിജയ് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ സംശയത്തോടെയാണ് പ്രധാന പാർട്ടികൾ നിരീക്ഷിക്കുന്നത്. 2006 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിജയുടെ പാർട്ടി അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയുടെ TVK പാർട്ടിയുടെ നിലപാട് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന വിജയ് ആരാധകരുടെ കൂട്ടായ്മയാണ് താരം പുതിയ രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റിയത്. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പുതിയ പേര്. ഫെബ്രുവരി 2 പാർട്ടി പ്രഖ്യാപിച്ച വിജയ് കഴിഞ്ഞ ദിവസം പേരിൽ ചെറിയ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ഭാഷാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തമിഴക വെട്രി കഴകം എന്ന തമിഴ് വെട്രി കഴകം എന്നാക്കി മാറ്റിയിരിക്കുന്നത്. ഒരു വശത്ത് പേരുമാറ്റം നടക്കുമ്പോൾ മറുഭാഗത്ത് വിജയ് BJPയോട് അടുക്കുന്നു എന്നാണ് സൂചന. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയ് BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്ന വാർത്താ ഏജൻസിയായ IANS നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിനോട് വിജയോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ യോഗം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നിർണായകമാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിൽ BJP ആണ് എന്ന AIADMK നേതാക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിജയ് പലപ്പോഴും തന്റെ സിനിമകളിലൂടെ വിമർശിച്ചിരുന്നു. ആർക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങാമെന്നും വിജയ് പ്രവർത്തനം തുടങ്ങിയ ശേഷം വിലയിരുത്താമെന്നുമാണ് DMK നേതാക്കളുടെ പ്രതികരണം. താൻ 2026 തമിഴ് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് വിജയ് തന്നെ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് പാർട്ടി ഭാരവാഹികളുടെ സുപ്രധാന യോഗം പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് രാവിലെ നടന്നിരുന്നു. സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് ഇന്ന് നടന്ന യോഗത്തിൽ പങ്കെടുത്തതത്രയും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണമെന്ന കാര്യം യോഗം ചർച്ച ചെയ്തു. സുപ്രധാന തീരുമാനം യോഗത്തിലുണ്ടായി എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കുറി മത്സരിക്കാതിരിക്കുന്ന TVK ആർക്ക് പിന്തുണ നൽകുമെന്നത് നിർണായകമാണ്. വിജയുടെ പാർട്ടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് നടനും സംവിധായകനുമായ സമുദ്രക്കനി അറിയിച്ചിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം വിജയ് നായകനായ ലിയോ എന്ന സിനിമയുടെ 2ാം ഭാഗം വരുന്നത് സംബന്ധിച്ച് സംവിധായകൻ ലോകേഷ് കനകരാജ് സൂചിപ്പിച്ചതും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്.